ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് എളുപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഒരു പൈനാപ്പിൾ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ എടുക്കുമ്പോൾ എപ്പോഴും നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലേ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ചൂടായി വരുമ്പോൾ തന്നെ പൈനാപ്പിളിൽ നിന്ന് വെള്ളം വരും. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തായി നമുക്ക് പാല് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോൾ എപ്പോഴും ഫുൾ ഫാറ്റ് പാല് തന്നെ എടുക്കണം. പാലിലേക്ക് നമ്മൾ പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, കണ്ടൻസ് മിൽക്കാണ്. ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്ക് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ മറ്റേ സ്റ്റൗവിൽ നമുക്ക് ചൈന ഗ്രാസ് ആണ് ഞാൻ പുഡിംഗ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 12 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റിൽ ഏകദേശം 25 ഗ്രാമാണ് വരുന്നത്. അതിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാക്കിയെടുക്കും. ഇപ്പോൾ ചൈന ഗ്രാസ് ഒക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ പാലൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പാലൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച പൈനാപ്പിളിൽ നിന്ന് പകുതി ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് പാലിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം തണിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട, കാരണം ഇത് പെട്ടെന്ന് സെറ്റായിപ്പോവും. നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് പാലിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള പൈനാപ്പിൾ നമ്മൾ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ബാക്കിയുള്ള പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൻ്റെ ചില്ലറിൽ വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കവർ ചെയ്യണം. അതിനുശേഷം ഒരു 3 മണിക്കൂർ നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുറത്തെടുക്കാം. ഇപ്പോൾ 3 മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചൈന ഗ്രാസ് ചേർത്തുകൊണ്ട് തന്നെ നമുക്കിത് സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു പൈനാപ്പിൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്